ഇതാണ് ക്യാപ്സ്റ്റൺ ലൈറ്റ്. ക്യാപ്സ്റ്റൺ ലൈറ്റിൻ്റെ ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ക്യാപ്സ്റ്റൺ ലൈറ്റ് കണ്ടില്ലേ? ഇവിടെ നിങ്ങൾക്ക് ക്ലോസപ്പ് നോക്കി കാണാൻ പറ്റും. ഫ്രണ്ട് വ്യൂ ആണ്, ഇത് അതിൻ്റെ ടോപ്പ് വ്യൂ ആണ്. ഇവിടെ ഒരു ഹെഡ് സ്റ്റോക്ക് കാണാം, പിന്നെ ഒരു സ്പിൻഡിലേക്ക് ചക്ക് ഉണ്ടാവും. ഇത് 3J ചക്കോ 4J ചക്കോ ആവാം. പിന്നെ ഒരു ടൂൾ പോസ്റ്റ് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ ഒരു ക്രോസ് ലൈൻ ഉണ്ടാവും. പിന്നെ ഒരു സാഡിൽ കാണാൻ പറ്റും. സാഡിലിൽ എന്ത് ചെയ്യും, അത് ടൂൾ പോസ്റ്റ് ലെഫ്റ്റ് റൈറ്റ് മൂവ്മെൻറ്റും അതേപോലെ തന്നെ ക്രോസ് വൈസ് മൂവ്മെൻറ്റും ഉണ്ടാവും. ഫ്രണ്ടും ബാക്കിലേക്ക് മൂവ് ചെയ്യിക്കാനും കൂടി പറ്റും. പിന്നെ ഏറ്റവും റൈറ്റ് സൈഡിൽ ടെയിൽ സ്റ്റോക്കിൻ്റെ സ്ഥാനത്ത് അവിടെ ഒരു ഹെക്സാഗണൽ ടർത്ത് ഹെഡ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ആ ഹെക്സാഗണൽ ടർത്ത് ഹെഡിൻ്റെയും സാഡിലിൻ്റെ നടുവിലൊരു റാം എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അപ്പോൾ ചില സമയത്ത് നമ്മൾ സാഡിലിനെ ഫിക്സ് ചെയ്തിട്ട് റാമിനെ മൂവ് ചെയ്യിപ്പിക്കും. അങ്ങനെ നമ്മൾ ടർത്ത് ഹെഡിനെ ലെഫ്റ്റ് റൈറ്റിലേക്ക് മൂവ് ചെയ്ത് കൊണ്ടിരിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ടൂൾ പോസ്റ്റ് എന്ന് പറയുമ്പോൾ ഫ്രണ്ടിൽ ഉണ്ടാവും, പിറകിലുണ്ടാവും. അപ്പോൾ ടോപ്പ് വ്യൂ കാണാൻ പറ്റും. അതായത് ടോപ്പ് വ്യൂ നോക്കിയാൽ കാണാൻ പറ്റും. അവിടെ സ്ക്വയർ ടൂൾ പോസ്റ്റ്, അതേമാതിരി ബാക്കിലും ഒരു വസ്തു കാണാൻ പറ്റും. സ്ക്വയർ ടൂൾ പോസ്റ്റ് കണ്ടില്ലേ? സ്ക്വയർ ടൂൾ പോസ്റ്റ് റിയർ സൈഡിൽ നിന്നും സ്ക്വയർ ടൂൾ പോസ്റ്റ് ഫ്രണ്ട് സൈഡിൽ നിന്നും കാണാൻ പറ്റും. അപ്പോൾ സ്ക്വയർ ടൂൾ പോസ്റ്റ് റിയർ സൈഡിൽ 4 ടൂൾ നമുക്ക് വെക്കാൻ പറ്റും. അതേമാതിരി സ്ക്വയർ ടൂൾ പോസ്റ്റ് ഫ്രണ്ട് ഭാഗത്തും നമുക്ക് 4 ടൂൾ, അപ്പോൾ 4 4 8. പിന്നെ അവിടെ കാണുന്നത് ഹെക്സാഗണൽ ടർത്ത് ഹെഡ് എന്ന് കണ്ടിട്ടില്ലേ ഫ്രണ്ട് വ്യൂവിൽ? അതിൻ്റെ ടോപ്പ് വ്യൂ ആണ് ഇവിടെ താഴെ കാണിച്ചിരിക്കുന്നത്. ഒരു ഹെക്സാഗണൽ ഷേപ്പ് കാണുന്നില്ലേ? അവിടെ നമുക്ക് 6 ടൂൾ വെക്കാനും പറ്റും. 6 ടൂൾ. അപ്പോൾ 6 4 10 4, ഇപ്പോൾ 14 ടൂൾ നമുക്ക് ഈ ലൈറ്റിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റും അറ്റ് എ ടൈമിൽ. ഓക്കെ, അപ്പോൾ അതാണ് ഈ ക്യാപ്സ്റ്റൺ ലൈറ്റിനെ കുറിച്ച് പറയുമ്പോൾ. നിങ്ങൾ ഈ ചിത്രം വരച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ എഴുതാനുണ്ട്, അത് ഞാൻ പറയാം, എന്തൊക്കെ എഴുതേണ്ടതെന്നുള്ള കാര്യം പറയാം. അപ്പോൾ ഈ ചിത്രം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ മാത്രം വരച്ചാൽ മതി, ടോപ്പ് വ്യൂ വരക്കണമെന്നില്ല. ഓക്കെ, ഇനി ഇതേമാതിരിയുള്ള മറ്റൊന്നാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇറ്റ് ഈസ് കോൾഡ് ടർത്ത് ലൈറ്റ്. അപ്പോൾ ക്യാപ്സ്റ്റൺ ലൈറ്റും ടർത്ത് ലൈറ്റും സെയിം ഫിഗറാണ്. പക്ഷേ എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ ഇവിടെ കണ്ടോ, ഏറ്റവും റൈറ്റ് സൈഡിൽ ഹെക്സാഗണൽ ടർത്ത് ഹെഡിൻ്റെ താഴെ ഹെക്സാഗണൽ ടർത്ത് ഹെഡിൻ്റെയും സാഡിലിൻ്റെയും നടുവിൽ റാം എന്ന് പറയുന്ന ആ ഒരു പാർട്ട് ഉണ്ടാവില്ല. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഈ ടർത്ത് ലൈറ്റും ക്യാപ്സ്റ്റൺ ലൈറ്റും തമ്മിൽ. ബാക്കിയെല്ലാം സെയിം ആണ്. നമ്പർ ഓഫ് ടൂൾസ് എല്ലാം കണ്ടോ, ഇവിടെയും അങ്ങനെ തന്നെ 14 ടൂൾ വെക്കാൻ പറ്റും. ഇവിടെ ഹെക്സാഗണൽ ടർത്ത് ഹെഡ് നമുക്ക് സാഡിൽ മൂവ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് റൈറ്റിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അങ്ങനെ വാരിയസ് ഓപ്പറേഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. രണ്ടും ഫിഗർ സെയിം തന്നെയാണ്. ചെറിയൊരു വ്യത്യാസം എന്ന് പറയുന്നത് ക്യാപ്സ്റ്റൺ ലൈറ്റിൻ്റെ കേസിലാണെങ്കിൽ ഹെക്സാഗണൽ ടർത്ത് ഹെഡിനും സാഡിലിൻ്റെയും നടുവിൽ റാം ഉണ്ടാവും. പക്ഷേ ഈ കേസിൽ റാം കാണാൻ പറ്റില്ല. ഇത്രയുള്ള വ്യത്യാസം, ബാക്കിയെല്ലാം സെയിം ആണ്. ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഈ ക്യാപ്സ്റ്റൺ ലൈറ്റും ടർത്ത് ലൈറ്റും പറയുന്നതിന് മുന്നേ ആയിട്ട് എന്താണ് ജസ്റ്റ് ഇൻട്രഡക്ഷൻ അബൌട്ട് സെമി ഓട്ടോമാറ്റിക് ലൈറ്റും എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അത് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞതിന് ശേഷം നമുക്ക് ക്യാപ്സ്റ്റൺ ലൈറ്റിൻ്റെയും ടർത്ത് ലൈറ്റിൻ്റെയും കൺസ്ട്രക്ഷനിലേക്ക് പോവാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും. സോ ഹിയർ വാട്ട് ഈസ് മീൻ ബൈ സെമി ഓട്ടോമാറ്റിക് ലൈറ്റ്? അതായത് ഇറ്റ് ഈസ് ആൻ ഓർഡിനറി ലൈറ്റ്. നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള നമ്മുടെ കോളേജിലുള്ള ലാബിൽ കാണുന്ന ലൈറ്റ്, ഓർഡിനറി ലൈറ്റ്. In an ordinary light, changing and setting of tools consume more time. അല്ലേ, ശരിയല്ലേ? Hence, rate of production is very low. So, to improve the production rate, those lights are to be modified. Those modified light, we will call it as special purpose light. The various special purpose light are semi-automatic light and automatic light. Now let us talk about automatic light. ഇത് വളരെ ബ്രീഫായിട്ടാണ്, ഒരുപാട് പറയാനുണ്ട്, പക്ഷേ ഇത് വളരെ ബ്രീഫായിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ ഇത്രയും കാര്യം മാത്രം അറിഞ്ഞാൽ മതി. ഇൻ ഓട്ടോമാറ്റിക് ലൈറ്റ് മെഷീൻസ് all the process is automatic from the beginning to end. Automatic light machine takes workpieces from the workpiece boxes where all the pieces are loaded initially. Then all the process done on the workpieces as per the command is given initially. Okay, finished products comes out finally. അത് based on command പ്രോഗ്രാമിങ്ങോ എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അതിന് ബേസ് ചെയ്തിട്ടാകുമ്പോൾ എന്ത് ചെയ്യും, ഈ ഓരോ ടൂളും പോയിട്ട് ഓരോന്ന് കാര്യങ്ങൾ ചെയ്തിട്ട് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഫൈനലായിട്ട് കംസ് ഔട്ട് ചെയ്യുന്നത്, അത്രേ ഉള്ളൂ. അപ്പോൾ ഇൻ സെമി ഓട്ടോമാറ്റിക് ലൈറ്റ് ഓൾ ദ വർക്ക് ഈസ് ഡൺ ആസ് ഓട്ടോമാറ്റിക് ലൈറ്റ്, ബട്ട് ദ ഫീഡ് ഈസ് നോട്ട് ഓട്ടോമാറ്റിക്. ഇറ്റ് ഈസ് ഡൺ ബൈ മാനുവലി ബൈ ടെക്നീഷ്യൻ.
അത്രയുള്ള വ്യത്യാസം, ബാക്കിയെല്ലാം സെയിം ആണ്. അതായത് ഫീഡ് മാത്രം നമ്മൾ എന്ത് ചെയ്യണം, ടെക്നീഷ്യൻ കൊടുക്കണം. എന്നാൽ ഓട്ടോമാറ്റിക് ടെസ്റ്റിൻ്റെ കാര്യത്തിലെല്ലാം അത് ചെയ്തോളും. പ്രോഗ്രാം ഉപയോഗിച്ചിട്ട് ബാക്കി മുഴുവൻ കാര്യങ്ങളും അത് ചെയ്തോളും. ബട്ട് സെമി ഓട്ടോമാറ്റിക്കിൻ്റെ കേസിൽ ഫീഡ് മാത്രം ടെക്നീഷ്യൻ കൊടുക്കണം, അത്രയേ ഉള്ളൂ വ്യത്യാസം. Now let us talk about capstan lathe and turret lathe. ആ ഫിഗർ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. ആ ചിത്രം വരച്ചിട്ട് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം എഴുതുക. നോക്കണം. The turret lathe is used for heavy jobs, whereas capstan lathe is used for light and small jobs. The main feature of these both lathe are axially movable turret head, അതായത് hexagonal head in place of tail stalk. ടെയിൽ സ്റ്റോക്കിൻ്റെ സ്ഥാനത്ത് എന്താ ഉണ്ടാവും? ഇവിടെ ഹെക്സാഗോണൽ ടെററ്റ് ഹെഡ് ഉണ്ടാവും. ഈ ഹെക്സാഗോണൽ ടെററ്റ് ഹെഡ് ക്യാരീസ് 6 ടൂൾസ്. ആ 6 ടൂളിൽ നമുക്ക് എന്ത് ചെയ്യും, ബേസ്ഡ് അപ്പോൺ ദ റിക്വയർമെൻറ്റ്സ് നമുക്ക് ലോഞ്ചിറ്റ്യൂഡിനലായിട്ട് മൂവ് ചെയ്യിക്കാൻ പറ്റും വർക്ക് പീസിൻ്റെ അടുത്തേക്ക്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാരിയസ് മെഷീനിങ് ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റും. Now let us see കൺസ്ട്രക്ഷൻ ഒരുപാടുണ്ട്. അത് ജസ്റ്റ് ബ്രീഫായിട്ട് വളരെ ചുരുക്കിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ആ ചിത്രം നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അത് വെച്ചിട്ട് നമുക്ക് എഴുതാം. There are 2 legs which are made up of cast iron. These legs are for supporting the lathe. Bed is placed over the legs. The headstock is mounted on one end of the bed. The other end carries hexagonal turret head. Okay, full stop. Cross slide is provided in between turret head and headstock as shown in the figure. ടർട്ട് ഹെഡിനും അതേമാതിരി ഹെഡ് സ്റ്റോക്കിൻ്റെ നടുവിലായിട്ട് നിങ്ങൾക്ക് ക്രോസ് ലൈഡ് കാണാൻ പറ്റും. ദ ടൂൾ പോസ്റ്റ് ആർ മൗണ്ടഡ് ഓൺ ദി ക്രോസ് ലൈഡ്. ദിസ് ടൂൾ പോസ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ ഹോൾഡിംഗ് സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ. ഓക്കെ, പിന്നെ എന്താ പറയുന്നത്, ഇൻ ക്യാപ്സ്റ്റൺ ലെയ്ത്ത്, ഇനിയോ പറയുന്നത് ഈ ക്യാപ്സ്റ്റൺ ലെയ്ത്തും ആദ്യം ജനറൽ ലെയ്ത്ത് 2 ലെയ്ത്തിനും പൊതുവായിട്ടുള്ള കാര്യം പറഞ്ഞു. ഇനി ക്യാപ്സ്റ്റൺ ലെയ്ത്തിനെ പറ്റിയാണ് പറയുന്നത്. ഇൻ ക്യാപ്സ്റ്റൺ ലെയ്ത്ത് റാം ഈസ് പ്ലേസ്ഡ് ഓവർ ദി സാഡിൽ. ഓക്കെ, റാം ഓൾസോ ഹാസ് ലെഫ്റ്റ് റൈറ്റ് മൂവ്മെൻറ്റ്. ലോഞ്ചിറ്റ്യൂഡിലായിട്ട് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും മൂവ് ചെയ്യാൻ പറ്റും. പിന്നെ ക്യാപ്ഷൻ ലൈറ്റിൽ റാം ഈസ് പ്ലേസ്ഡ് ഓവർ ദി സാഡിൽ. സാഡിൽ വിൽ ഫിക്സ് ആൻഡ് ഗിവ് ലെഫ്റ്റ്. ചില സമയത്ത് സംടൈംസ്, ഇവിടെ സം അല്ല സംടൈംസ് ബേസ്ഡ് ഓൺ അവർ റിക്വയർമെൻറ്റ് വി വിൽ ഫിക്സ് ദി സാഡിൽ ആൻഡ് ഗിവ് longitudinal and we will give left right motion to the ram. അങ്ങനെ ചെയ്യാൻ പറ്റും. ബേസ്ഡ് ഓൺ അവർ മറ്റേ വർക്ക് പീസിൻ്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മളെന്ത് ചെയ്യും, സാഡിലിനെ ഫിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യും, റാമിന് ലെഫ്റ്റ് റൈറ്റ് മൂവ്മെൻറ്റ് നമ്മൾ കൊടുക്കും. ഓക്കെ, കാരണം നമുക്കറിയാം ക്യാപ്സ്റ്റൺ ലൈറ്റ് എന്ന് പറയുന്നത് ലൈറ്റ് ആൻഡ് സ്മോൾ ജോബ്സിന് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, പിന്നെ എന്താ പറയുന്നത്, ഹെക്സാഗണൽ ടൂൾ പോസ്റ്റ് ആർ മൗണ്ടഡ് ഓവർ ദി റാം. ഓക്കെ, ദീസ് ടൂൾ പോസ്റ്റ് വിൽ ഹാവ് മോഷൻ ബേസ്ഡ് ഓൺ ദി മോഷൻ ഓഫ് ദി റാം. റാം മൂവ് ചെയ്യുമ്പോൾ ആ റാമിൻ്റെ മേലെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഹെക്സാഗണൽ ടററ്റ് ഹെഡ് അല്ലെങ്കിൽ ഹെക്സാഗണൽ ടൂൾ പോസ്റ്റ് അതിനും മോഷൻ ഉണ്ടാവും. ആ മോഷൻ ബേസ്ഡ് ഓൺ ദി മോഷൻ ഓഫ് ദി റാമിൻ്റെ മോഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, ഹെക്സാഗണൽ ടൂൾ പോസ്റ്റ് ക്യാൻ ഹോൾഡ് Hexagonal tool post can hold 6 tools. Hexagon means 6. Hexagonal tool post also known as hexagonal turret head. Hand wheel is used for left to right movement of the saddle. അത് നമുക്കറിയാമല്ലോ, നമ്മുടെ പണ്ട് ലെയ്ത്തിലൊക്കെ പഠിക്കുന്നതല്ലേ. ഹാൻഡ് വീൽ ഈസ് യൂസ്ഡ് ഫോർ ലെഫ്റ്റ് റൈറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദി സാഡിൽ. സാഡിൽ ഇങ്ങനെ മൂവ് ചെയ്യുക, ആ ബെഡിൻ്റെ മേലെ കൂടിയാണ് ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് മൂവ് ചെയ്യുക. ഓക്കെ, ഇനി ഇൻ ടോപ്പ് വ്യൂ, ആ ചിത്രത്തിൻ്റെ ടോപ്പ് വ്യൂ ഉണ്ടല്ലോ ഞാൻ നേരത്തെ പറഞ്ഞത്. ഇൻ ടോപ്പ് വ്യൂ you can see there are 2 square tool posts, front square tool post and back square tool post. Front square tool post carry 4 tools. Similarly, back square tool post also carry 4 tools. Hexagonal turret head carries 6 tools. So totally 14 tools. Okay. Generally, drilling, boring, reaming, threading tools, counter boring tools, etc. are mounted on the hexagonal turret head. Forming, chamfering, knurling, parting of tool is mounted over the square tool post. Okay. After parting of tool എന്ന് പറയുന്നത് ബാക്ക് സ്ക്വയർ ടൂൾ പോസ്റ്റിലും
ഈ കാണുന്ന മൂന്നെണ്ണം ഫ്രണ്ട് സ്ക്വയർ ടൂൾ പോസ്റ്റിലാണ് മൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ഈച്ച് ഓപ്പറേഷൻ ടർത്ത് ഹെഡ് ഈസ് മൂവ്സ് ബാക്ക്വേർഡ് ആൻഡ് ഇൻഡെക്സ് ദി ടൂൾ. ഇൻഡെക്സ് ചെയ്യാൻ പറയില്ലേ നിങ്ങൾക്ക്, ജനീവ മെക്കാനിക്സ് ഉപയോഗിച്ചിട്ട് ഒരു ടൂൾ കഴിഞ്ഞിട്ടാകുമ്പോൾ ആ ടൂളിന് എന്ത് ചെയ്യും, അതിൻ്റെ ഫിനിഷിങ് കഴിഞ്ഞിട്ടാകുമ്പോൾ അത് അങ്ങോട്ടേക്ക് മാറിയിട്ട് അടുത്ത ടൂൾ വരും. അതിന് അതിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടാകുമ്പോൾ അത് മാറിയിട്ട് അടുത്ത ടൂൾ വരും. അതിനെ പറഞ്ഞ പേരാണ് ഇൻഡെക്സിങ് മെക്കാനിസം. അത് നിങ്ങൾക്ക് അറിയായിരിക്കും. ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ഈച്ച് ഓപ്പറേഷൻ ടർത്ത് ഹെഡ് ഈസ് മൂവ് ബാക്ക്വേർഡ് ആൻഡ് ഇൻഡെക്സ് ദി ടൂൾ. എന്നിട്ട് വീണ്ടും ടർത്ത് ഹെഡ് മുന്നോട്ടേക്ക് പോയിട്ട് അതിൻ്റെ ഓപ്പറേഷൻ ചെയ്യും, വീണ്ടും പിറകോട്ടേക്ക് വരും, ടൂൾ മാറ്റും, വീണ്ടും മുന്നോട്ടേക്ക് പോയും, അങ്ങനെ ചെയ്യുന്നത്. ഈച്ച് ടൂൾ ഈസ് ഇൻഡെക്സ്ഡ് ത്രൂ 60 ഡിഗ്രി. കാരണം 60 × 6 ആണ് 360 ഡിഗ്രി. ഓക്കെ, ബ്രിങ്ങിങ് ദ നെക്സ്റ്റ് ടൂൾ ഇൻ ടു ദി കട്ടിംഗ് ഓഫ് പൊസിഷൻ ഈസ് ഡൺ ബൈ ജനീവ മെക്കാനിസം. ഓക്കെ, ഇനി ജസ്റ്റ് ഇത്രയാണ് ഇത് ക്യാപ്ഷനിൽ തളത്തിലേതിനെ പറ്റി അടുത്ത പറയാം. ഇതന്നെ എഴുതുക, ഒരു മാറ്റമില്ല തളത്തിലേതിനും. പക്ഷെ ആകെ മാറ്റം എന്ന് പറയുന്നത് എന്താണ്, റാം എന്ന് പറയുന്നൊരു പാർട്ട് ഉണ്ടാവില്ല. അതായത് ഹെക്സാഗണൽ ടർത്ത് ഹെഡിനും അതേമാതിരി സാഡിലിനും ഇടയിൽ റാം എന്ന് പറയുന്ന പാർട്ട് കാണില്ല, ബാക്കിയെല്ലാം സെയിം ആണ്. In a turret light, the turret head is mounted over the saddle directly. Saddle slides on the bed ways during machining. അല്ലെ, മെഷീനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് സാഡിൽ എന്ത് ചെയ്യും, ആ ബെഡ് വെച്ചിട്ട് കൂടി സ്ലൈഡ് ചെയ്യും. അങ്ങനെയാണ് ആ ടൂള് ചക്കിൽ കണക്ട് ചെയ്തിരിക്കുന്ന വർക്ക് പീസിൻ്റെ അടുത്തേക്ക് പോകുന്നത്. റിമൈനിങ് ഓൾ ദി പ്രൊസീജിയേഴ്സ് എക്സാക്ട്ലി ആസ് ദാറ്റ് ഓഫ് ക്യാപ്സ്റ്റൺ ബ്ലേഡ്. ഹിയർ ഹെക്സാഗണൽ ടർret head is directly mounted on the saddle. ഇത്രയും കാര്യങ്ങളാണ് എന്താണ് ക്യാപ്സ്റ്റൺ ലൈറ്റും ടർret ലൈറ്റും തമ്മിലുള്ള ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടിരിക്കേണ്ട കാര്യം. ഇത്രയും കാര്യങ്ങളാണ്, വേറെ ഒന്നുമില്ല. ഓക്കെ, താങ്ക് യു.